മാറ്റിവെച്ച് വിജയേട്ടൻ്റെ സിനിമ സംഭവിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. അപ്പോൾ സിനിമയുടെ പൂജയും ആഘോഷങ്ങളും എല്ലാം തിരുവനന്തപുരത്ത് വളരെ കുറവാണ്. അത്തരത്തിൽ തിരുവനന്തപുരത്ത് ഒരു പൂജ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. അപ്പോൾ പനിയൊക്കെ ആണെങ്കിൽ പോലും ഞാൻ പൂജ എന്ന് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞപ്പോൾ ഓടിയെത്തുകയായിരുന്നു. കാഞ്ചിമല എന്ന സിനിമ ശ്രീ ഉദയജി എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം പല പരിപാടിക്കും എന്നെ വിളിക്കാറുണ്ട്, ഞാൻ പോകാറുമുണ്ട്. സിനിമ കലാപരമായ പ്രവർത്തനം മാത്രമല്ല, രാഷ്ട്രീയപരമായ പ്രവർത്തനവും വളരെയധികം സജീവമാണ് ശ്രീ ഉദയജി. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പടമാണ് കാഞ്ചിമല. എല്ലാവിധ വിജയവും ഉണ്ടാകട്ടെ. ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെയാണ് ഒരു സിനിമയുടെ പൂജ എന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരും ശുഭപ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. എല്ലാവിധ വിജയവും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, കൂട്ടുകാർ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചടങ്ങ് പങ്കെടുക്കാൻ കൂടി എല്ലാവരോടും പ്രത്യേകം റജി പറയുന്ന പോലെ തന്നെ ഞാൻ നന്ദി പറയുന്നു. റജിയുടെ സിനിമ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്തിരുന്നവരാണ്. റജിയുടെ ഈ കാഞ്ചിമാലിക്കും മുൻപ് ഉണ്ടായിരുന്ന സിനിമയെക്കാളും വിജയം ആഘോഷിക്കാനാവട്ടെ, വീണ്ടും നമുക്ക് സിനിമയുടെ വിജയം ആഘോഷിക്കാൻ ഇതുപോലൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കാഞ്ചിമാലിക്ക് എല്ലാ വിജയവും നേരുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രോജക്റ്റ്, അതിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. വൻ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. ഓർക്കുമ്പോൾ കൂട്ടത്തിൽ ടി എ റസാഖിനെ ഓർക്കാതിരിക്കാനൊക്കില്ല. കാരണം മലയാളത്തിലെ ഒരു നല്ല തിരക്കഥാകൃത്തായിരുന്നു റസാഖ്. എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഞാൻ റസാഖിൽ കൂടിയാണ് റജിയെ പരിചയപ്പെടുന്നത് അവരുടെ ആദ്യ ചിത്രത്തിൻ്റെ സമയത്ത്. അതിനുശേഷം റജി സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തു. അതുവഴി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ ഡയറക്ടേഴ്സ് യൂണിയൻ ഒരു അംഗമാകാൻ പോവുകയാണ് ഇനി. എന്തായാലും ഈ ഒരു പൂജയ്ക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി. ഈ സിനിമയ്ക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഇന്ദ്രൻസ് പറഞ്ഞതുപോലെ ഒരു 50-ാം ദിവസമൊക്കെ ആഘോഷിക്കുന്ന ചടങ്ങിൽ എന്നെ മറക്കാതിരുന്നാൽ മതി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതിലുപരി റഫീഖ് ഭായിയുമായിട്ട് ചേർന്നിട്ട് കുറച്ച് പാട്ടുകൾ വീണ്ടും ഉണ്ടാക്കാനുള്ള ഒരവസരം. എനിക്ക് തോന്നുന്നത് കുറച്ച് റജി ഭായി നേരത്തെ ഒരു 2 വർഷം മുന്നേ വന്നിട്ട് കുറച്ച് അഡ്വാൻസും പൈസയൊക്കെ തന്നിട്ട് പോയതാണ്. എന്തായാലും ഞാൻ വിചാരിച്ചത് നടക്കില്ലേ എന്ന് വിചാരിച്ച ചെറിയൊരു വിഷമം എനിക്കുണ്ട്, എപ്പോഴും ഉണ്ടായിരുന്നു. റഫീഖാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ റഫീഖത്തെ ചോദിക്കുക, എന്താണ് ഈ പടം ചെയ്യേണ്ടത് നമുക്ക്? അല്ല, അതുണ്ട്, ഉടനെ ഉണ്ട്. എന്തായാലും ഇന്ന് ഇതിൻ്റെ ഒരു മുഹൂർത്തം ആണ്. എല്ലാവിധ ആശംസകളും ഞാൻ നേരാണ്. പിന്നെ ഗംഭീരമാവട്ടെ ഈ പടം എന്ന് ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും ആശംസകളും ചെയ്തതുപോലെ ഞാനും പറയുന്നു. പിന്നെ അത് മാത്രമല്ല, എൻ്റെ നാട്ടുകാരനും പിന്നെ ഷീനേട്ടൻ്റെ മോനുമായിട്ടുള്ള ധ്യാൻ ഇതിൽ ഒരു മുഖ്യ കഥാപാത്രം ചെയ്യുന്നതിൽ, ധ്യാനിൻ്റെ സിനിമയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നതിൽ ഒരു ഭാഗ്യം. ധ്യാനില്ല അവിടെ. ധ്യാൻ ചെറുപ്പത്തിൽ രണ്ടുപേരും ടൈറ്റിൽ പേര് കാഞ്ചിമാല ഭയങ്കര രസകരമായ ഒരു പേരാണ്. ഇന്നത്തെ കാലത്ത് സിനിമകൾക്ക് പേര് കണ്ടുപിടിക്കാനാണ് ഏറ്റവും പാടുള്ളത്. പക്ഷെ മനസ്സിൽ സ്പർശിക്കുന്ന ചിലതൊക്കെ നമുക്ക് പേര് കേട്ടാൽ പോലും അർത്ഥം മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടമാണ്.